ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു 20 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്ലാന്റ്സും 20 ചെടികളുടെ നല്ല റേറ്റുള്ള പ്ലാന്റ്സുകളും ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ടും 20 രൂപ മുതലുള്ള ചെടികളും ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ ഇത് ഒരു ലിമിറ്റഡ് ഓഫറാണ്. ഈ ഓഫർ പ്രൈസിൽ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ മിനിമം 3 പ്ലാന്റ്സ് എങ്കിലും സെലക്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള പുതിയ ഓഫർ വീഡിയോകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ നെയിം എഴുതി അയച്ചു തരികയോ ചെയ്താൽ മതി കേട്ടോ. എങ്കിൽ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് പെപ്രോമിയ പ്ലാന്റ് ആണ്. ഇതിന് വെറും 30 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആണ്. അടുത്തത് മരാന്ത 40 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഡിഫൻ ബാച്ചിയാണ്. ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റിക്ക് 40 രൂപയാണ് വരുന്നത്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാഞ്ചിയ ബ്ലൂ ആണ്. ഈ പ്ലാന്റിന് വെറും 50 രൂപയാണ് കേട്ടോ ഈ ഓഫറിൽ നിങ്ങൾക്ക് തരുന്ന പ്രൈസ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഹൈറ്റ് കുറവായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഈ പ്ലാന്റ് തീരെ ചെറുതാണല്ലോ എന്ന് പറയരുതേ. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് പാസിഫ്ലോറയാണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പറാണ് ഈ പാസിഫ്ലോറ. ഒരു പ്രത്യേക കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശത്തോ തണുപ്പുള്ള പ്രദേശത്തോ അങ്ങനെയൊന്നുമല്ല, എല്ലാ ക്ലൈമറ്റിലും ഇതിൽ പൂക്കളുണ്ടാകും. അടുത്തതായിട്ട് ക്രിസ്മസ് കാറ്റസ് ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ 5 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കളറാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ 60 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഇനി എല്ലാ കളേഴ്സും വേണ്ടവർക്ക് അങ്ങനെ പറയാം കേട്ടോ. ഇത് ഒരു കളറിൻ്റെ ഒരൊറ്റ പ്ലാന്റിൻ്റെ റേറ്റാണ് 60 രൂപ പ്രൈസ് വരുന്നത്. അത് നമ്മൾ ചെറിയ ജിഫി പ്ലാന്റ് അല്ല കേട്ടോ. പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. ക്രിസ്മസ് കാറ്റസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ വാട്ടറിങ് ആവാണ്ട് നോക്കണം. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പോട്ടി മിക്സ് ആയിട്ട് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി അത് 2:1:1 എന്നുള്ള അനുപാതത്തിൽ മതി. ചകിരിച്ചോറിൻ്റെ അളവ് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തതായിട്ട് വൈറ്റ് ക്യാൻഡിൽ എന്നറിയപ്പെടുന്ന ഒരു സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്, കുറ്റിച്ചെടിയാണ് കേട്ടോ. ഇത് കട്ടിങ്സിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഏകദേശം എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്ത് പോലും നമ്മളിപ്പോൾ ഇത് അയക്കാൻ വെച്ച പ്ലാന്റിൻ്റെ സൈസിൽ ഇതിൽ കണ്ടില്ലേ ചെറിയ ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തതായിട്ട് കുറ്റിമുല്ലയാണ് കേട്ടോ. കുറ്റിമുല്ലയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഒരു സീസണിലല്ല, എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. ഇതാണ് നമ്മൾ മാല കെട്ടാനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് എടുക്കുന്ന മുല്ലപ്പൂ വരുന്നത്. നമ്മുടെ സാധാരണ ജാസ്മിൻ ആണെങ്കിൽ കുറച്ച് പടർന്ന് കയറിയിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. ഇതുപോലെ ചെറിയ തൈകളിൽ തന്നെ നിറഞ്ഞ് പൂക്കളുണ്ടാകും. നമുക്ക് ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും വെട്ടി നിർത്താം. അടുത്തതായിട്ട് എൻജോയ് പോത്തോസാണ്. ഇതിന് വെറും 20 രൂപയാണ് റേറ്റ് വരുന്നത്. എൻജോയ് പോത്തോസ് നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് അതിലേക്ക് കയറ്റി വിട്ടിട്ട് അങ്ങനെ ഇൻഡോർ ആയിട്ടൊക്കെ വളർത്തിയെടുക്കാം കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് അച്ചീവ്മെൻറ്റ്സ് ആണ്. അച്ചീവ്മെൻറ്റ്സിൻ്റെ നാടൻ വെറൈറ്റി. ഇതിന് 40 രൂപയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ 4 കളേഴ്സാണുള്ളത്. ഇത് രണ്ടാമത്തെ കളറ് വൈറ്റ്. ഇതിൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ എന്നും പൂക്കളാണ് കേട്ടോ. പക്ഷേ ഇതൊരു സീസണലാണ്. ഒരു 6 മാസത്തോളമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. എല്ലാ സമയത്തും ഈ പ്ലാന്റ് നിലനിൽക്കാറില്ല. ആ ഒരു ടൈം കഴിഞ്ഞ് ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞ് ചെടിയും നശിച്ചു പോകും. അതിനുശേഷം വീണ്ടും ഒരു ജനുവരി ടൈം ആകുമ്പോൾ നമ്മൾ നനവ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബൾബിൽ നിന്ന് വീണ്ടും പുതിയ പ്ലാന്റ് ഉണ്ടായി വന്ന് ഇതുപോലെ ഫ്ലവറായി കിട്ടും. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റാണ് കേട്ടോ. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
ഈ യെല്ലോ ബ്രൈഡൽ അതുപോലെ തന്നെ ഒരു സീസണലൊന്നുമല്ല, എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതിൽ. ഇതിനെപ്പോഴും പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും ആ ഫ്ലവർ കഴിഞ്ഞ ഭാഗം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് പുതിയ തഴുപ്പ് വന്നിട്ട് അതിൽ വീണ്ടും പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, ചെറിയ പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്പൈഡർ ഗ്രാസ് ആണ്. സ്പൈഡർ ഗ്രാസ് നിങ്ങൾക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താം, എന്നാൽ ഫുൾ ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇതിനെ ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിലും സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ യെല്ലോ അബൂട്ട് ലോൺ ചെടിയിൽ എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരു സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. ഒരുപാട് അങ്ങനെ പടർന്ന് പന്തളിച്ച് വലിയ പ്ലാന്റായി പോകുന്നില്ല. കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും വെട്ടി നിർത്താവുന്നതാണ്. മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയാണ്. കമേലിയയുടെ റെഡ് കളേഴ്സ് 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റെഡാണ് കേട്ടോ. റെഡിൻ്റെ മൾട്ടി പെറ്റലായിട്ട് വരുന്ന പ്ലാന്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. 150 റുപ്പീസാണിത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്, ബർലമാക്സ് ഫിലോഡെൻഡ്രോൺ. ഇതിന് 20 രൂപയാണ് കേട്ടോ ഇതിൽ റേറ്റ് വരുന്നത്. റൂട്ടഡ് കട്ടിംഗ് ആണ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് ബ്ലാക്ക് ലോക്കസ്റ്റ് ഒരു കുറ്റിച്ചെടിയാണ്. പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റാണ് ഇതിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് ക്രീപ്പറായ നമ്മുടെ പുതിയ ഇനം വോങ്ക അഥവാ പാണ്ടൂരാന എന്നറിയപ്പെടുന്ന ക്രീപ്പറാണ്. ഈ വോങ്ക അതുപോലെ തന്നെ അങ്ങനെ സീസണലൊന്നുമല്ല, പക്ഷേ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് മെച്ചറായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. അടുത്തതായിട്ട് എലിയോകാർപ്പസ് നല്ല ഹാർഡി ആയിട്ടുള്ള ഒരു ശ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് സീസണലാണോ എന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടായി കാണാറില്ല, പക്ഷെ ഒരു ടൈമിൽ പൂവുണ്ടായാൽ അത് കുറേ ദിവസങ്ങളോളം നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൂവില്ലാത്ത സമയം വളരെ കുറവാണ്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. 65 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ യെല്ലോ അലമാണ്ട പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഇതിൽ എപ്പോഴും നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുമേ. നമ്മുടെ വലിയ പ്ലാന്റ് പോലെയല്ല മിനിയേച്ചർ ടൈപ്പ്, എന്നും പൂക്കളുണ്ടാകും. പിന്നെ ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമുക്കിതിനെ പോട്ടിലും നിലത്തൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ അയക്കുന്നത്. അടുത്തതായിട്ട് ഹണിസക്കിൾ, നല്ല സുഗന്ധമുള്ള പൂക്കളോട് കൂടിയ ഹണിസക്കിൾ. ഇത് അതുപോലെ തന്നെയാണ്. ഈ വൈറ്റും ഗോൾഡൻ കളർ ഷെയ്ഡിൽ ഇങ്ങനെ മാറി പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. എന്നും പൂക്കളായിരിക്കും, നല്ല സുഗന്ധമാണ് കേട്ടോ. ഇതൊരു ക്രീപ്പറാണ്. അടുത്തത് പെട്രിയ പ്ലാന്റാണ്. പെട്രിയയുടെ പർപ്പിൾ കളറിലുള്ള പെട്രിയ. ഈ പെട്രിയയുടെ കാര്യത്തിൽ ചിലരൊക്കെ ചോദിക്കുന്നൊരു സംശയമാണ്, ഇതിനെ പോട്ടിൽ വളർത്താൻ പറ്റുമെന്ന്. പോട്ടിലും വളർത്താം, നിലത്തും വളർത്താം. നിലത്താണ് വളർത്തുന്നതെങ്കിലാണ് നമുക്ക് കൂടുതൽ ക്രീപ്പ് ചെയ്ത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ വരുന്നത് അച്ചിമെൻസിൻ്റെ ഹൈബ്രിഡാണ്. അച്ചിമെൻസിൻ്റെ ഹൈബ്രിഡ് ഒരു 5 കളേഴ്സ് വരെ നമുക്ക് ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമ്മുടെ കയ്യിൽ 20ഓളം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു 5 പ്ലാന്റ്സ് വരെയാണ് ലീഫ് ഡിഫറൻറ്റിൽ എടുക്കാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 50 രൂപയാണ്. 5 കളേഴ്സും വേണ്ടവരുണ്ടെങ്കിൽ 5 എണ്ണവും തരുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് കറക്റ്റ് ഇന്ന കളറെന്ന് പറഞ്ഞിട്ട് തരാനായിട്ട് സാധിക്കില്ല. ലീഫിൻ്റെ വ്യത്യാസം നോക്കി മാത്രമാണിത് സെലക്ട് ചെയ്യുന്നത്. ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഡബിൾ പെറ്റൽസ് ആണ്. കൂടുതലും ഡബിൾ ഷെയ്ഡും ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സീസണലാണ്. എല്ലാ ക്ലൈമറ്റിലും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും, പ്ലാന്റ് നന്നായിട്ട് വളരുകയും ചെയ്യും. എങ്കിൽ കൂടിയിട്ടും ആ ഒരു ടൈം കഴിയുമ്പോൾ പ്ലാന്റ് നശിച്ചു പോകും. പുതിയ പ്ലാന്റ് അതിൻ്റെ ബൾബിൽ നിന്ന് ഫോം ചെയ്ത് വരുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ടൊരു ചെടിയാണ്. ഇത് ക്രീപ്പറാണ്. എല്ലാ സമയത്തും പൂക്കൾ തരുന്നൊരു ക്രീപ്പിംഗ് പ്ലാന്റാണിത്. ഇത് ഒരുപാട് മെച്ചുറാവൊന്നും വേണ്ട, ചെറിയ പ്ലാന്റിൽ തന്നെ
നന്നായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ്. ഇപ്പോൾ ഈ അയച്ചു തരുന്ന പ്ലാന്റ് സൈസിൽ തന്നെ കണ്ടില്ലേ, ഇതിലൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് സീഡ്ലെസ് ചാമ്പയാണ്. 40 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ചിലർ ചോദിക്കുന്നൊരു സംശയമാണ് ഇതിന് പുളി ഉണ്ടോ എന്നുള്ളത്. ഇത് മറ്റ് ചാമ്പയിൽ നിന്നും വ്യത്യസ്തമായ ടേസ്റ്റ് ഒന്നുമല്ല, സെയിം ടേസ്റ്റാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റിൽ തന്നെ, വളരെ ചെറിയ പ്ലാന്റിൽ തന്നെ കായ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പോട്ടിലും വളർത്തി കായ ലഭിക്കുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്. ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകും, സീസണൽ അല്ല. പിന്നെ ഇതിൻ്റെ യെസ്റ്റർഡേയുടെ നാടൻ വെറൈറ്റിക്കാണ് നല്ല സ്മെല്ലുള്ളത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് മെഡിനില്ല പ്ലാന്റാണ്. മെഡിനില്ല ശരിക്കും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. എങ്കിൽ കൂടിയിട്ടും നല്ല വെളിച്ചം ആവശ്യമാണ്, എന്നാലേ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവുള്ളൂ. ഈ മെഡിനില്ല ഒറ്റ കളർ തന്നെ, ഒറ്റ പ്ലാന്റ് തന്നെയാണ് ഈ 2-3 ഷെയ്ഡിൽ ഫ്ലവർ ഉണ്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ റെഡ് നൈറ്റ് ക്യൂൻ ആണ് കേട്ടോ. റെഡ് നൈറ്റ് ക്യൂന് നമ്മുടെ സാധാരണ നൈറ്റ് ക്യൂൻ പോലെ രാത്രി സമയങ്ങളിലല്ല വിരിയുന്നത്, പകൽ സമയത്ത് തന്നെ വിരിയും. ഒരു 2-3 ദിവസമൊക്കെ ഈ ഫ്ലവർ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മഴയത്തൊന്നുമല്ല, ഉള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, ഷെഡിലൊക്കെയാണ് അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. രാത്രി സമയത്താണ് ഇതിന് നല്ല സുഗന്ധം ഉണ്ടാകുന്നത്. ഇത്രയും വെറൈറ്റീസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ കേട്ടോ. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8:30 to 4 മണി വരെയുള്ള സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ നിങ്ങളുടെ മെസ്സേജിന് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മറുപടി തരാൻ സാധിക്കാറില്ല, പാക്കിങ്ങിലായതുകൊണ്ടാണ് കേട്ടോ. ഫ്രീ ആയ ഉടൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതാണ്. കഴിയുന്നതും കോൾ ചെയ്യുന്നതിന് പകരം മെസ്സേജ് അയക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഒന്നുമല്ല, നമ്മൾ പാക്കിങ്ങിലാവുമ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് റിപ്ലൈ നൽകാൻ സാധിക്കാറില്ല. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ചിലപ്പോൾ മറുപടി തരാൻ സാധിച്ചെന്ന് വരില്ല, എങ്കിലും ഞാൻ മാക്സിമം കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിൽ കറക്റ്റ് റിപ്ലൈ നൽകാനായിട്ട് സാധിക്കും. DTDC അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയച്ചു തരുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ട ഉടൻ തന്നെ മെസ്സേജ് അയക്കൂ കേട്ടോ. വീഡിയോയുടെ ആദ്യം ഞാനിതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഇതിൻ്റെ അവസാന തീയതി വരുന്നത് ജൂലൈ 20 ശനിയാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ. ശനിയാഴ്ച വരെ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള പ്ലാൻസുകൾ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം.